രാജ്യവും അല്ലേ? ഈ രണ്ട് രാജ്യങ്ങളിലേക്കാണ് നാൽക്കാലികൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ രാജ്യത്തിനകത്ത് കന്നുകാലികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, ഒരു തരത്തിലും അതേക്കുറിച്ചുള്ള ഒരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നതായിട്ട് അറിവില്ല. ഇതിനെ ശക്തമായി നിയമപരമായി നേരിടുക തന്നെ വേണം. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കും. ഏതറ്റം വരെ നിയമപരമായിട്ട് പോകണമോ അത്രയും പോകാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ സുവ്യക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നിയമങ്ങളൊന്നും നാട്ടിൽ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ശ്രീമാൻ എ കെ ആൻ്റണി പറഞ്ഞിട്ടുള്ള അഭിപ്രായം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു കടലാസിൻ്റെ വില പോലും ഇതിനാരും കൽപ്പിക്കരുത്, ഇതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം എന്നാണ്. ഇങ്ങനെ രാജ്യത്ത് ജനങ്ങൾ ഒരു സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മതവികാരം ആളിക്കത്തിച്ച് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തണം. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വോട്ട് വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി രാജ്യത്ത് എത്ര കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. പക്ഷേ രാജ്യം നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന, ബഹുസ്വരത നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഒരാൾക്കോ ഒരു പാർട്ടിക്കോ പാർട്ടിയുടെ പ്രവർത്തകനോ നേതാവിനോ, അവർ ഏത് മതവിഭാഗത്തിൽപ്പെടുന്നവരാകട്ടെ, BJPയുടെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. ഭരണഘടനാ വിരുദ്ധമാണ് ഈ വിജ്ഞാപനം എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിജ്ഞാപനം ജനങ്ങൾ ചെവിക്കൊള്ളും എന്ന് കരുതാൻ കഴിയില്ല. ശ്രീ ടി രമേശ്, ചെറുകിട കച്ചവടക്കാർക്കും ചെറിയ അറവുശാലകൾ നടത്തുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമോ? അല്ല, സ്ലോട്ടർ ഹൗസുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയേണ്ടത്. നമ്മുടെ നാട്ടിൽ കന്നുകാലി ചന്തകളിലാണ് ഇപ്പോൾ ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കന്നുകാലി ചന്തകളിലേക്ക് കൊണ്ടുവരുന്നവർ കച്ചവടക്കാരാണല്ലോ. അവരെ ബാധിക്കില്ല, അവരുടെ ജീവിതോപാധിയെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ സാധിക്കുമോ? സ്മൃതി, ഞാൻ ചോദിക്കുന്നത്, ഒരാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, ആ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുമോ? കന്നുകാലി കച്ചവടം അതെങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. കന്നുകാലി ചന്തകളിൽ മാതൃഭൂമി ചാനൽ എന്ന് പറഞ്ഞാൽ വാർത്ത അവതരിപ്പിക്കാനുള്ളതാ അവിടെ. അല്ലല്ല, ഞാൻ എൻ്റെ സ്മൃതി, മാതൃഭൂമി ചാനൽ എന്ന് പറഞ്ഞാൽ അവിടെ വാർത്ത വായിക്കാനും അവതരിപ്പിക്കാനുമുള്ള സ്ഥലമാണ്. അവിടെ വന്ന ആളുകൾ ചായ കച്ചവടം നടത്തിയാൽ എന്താ ചെയ്യുക? ഓരോ സ്ഥലത്തിനും അവിടെ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. കന്നുകാലി ചന്തകൾ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ക്രയവിക്രയം അത് ആലോചിക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ മാർഗങ്ങളും തടയുക, അത് പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അതെന്ത് മാർഗമാണ്? അതെങ്ങനെ എല്ലാ മാർഗവും തടഞ്ഞില്ലല്ലോ. കന്നുകാലി ചന്തകൾ ഇതിനുള്ള മാർഗമല്ല സ്മൃതി. കന്നുകാലി ചന്തകൾ അതിനുള്ള മാർഗമല്ല. കർഷകർക്ക് അതിനെ വിൽക്കാനും പാടില്ല. കന്നുകാലി ചന്തകൾ അതിനുള്ള വേദിയല്ല. കർഷകർക്ക് വിൽക്കാനും പാടില്ല. നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് പ്രായമായ കന്നുകാലികളെ വീട്ടിലെ അച്ഛനെയും അമ്മയും നോക്കുന്നത് പോലെ സംരക്ഷിച്ചുകൊള്ളണം. അങ്ങനെ വേണ്ടി വരും ചിലപ്പോ. എന്താ സംശയം? അത് കന്നുകാലികളെ സ്നേഹിക്കുന്നവരെങ്ങനെ സംരക്ഷിക്കും? കന്നുകാലികളെ സ്മൃതി, കന്നുകാലികളെ വളർത്തുന്നവരാരും അവരെ ഉപദ്രവിക്കാൻ നിൽക്കില്ല, ആരും ഉപദ്രവിക്കാൻ നിൽക്കില്ല. നിങ്ങളുടെ ഇരട്ടത്താപ്പും പുറത്തു വരുന്നുണ്ട്. ശ്രീ ടി രമേശ്, പ്രധാനപ്പെട്ട സ്ലോട്ടർ ഹൗസുകൾ മാംസ കയറ്റുമതി നടത്തുന്ന വൻ ബിസിനസ്സുകാർ അധികവും BJPയുമായി ബന്ധമുള്ളവരാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ പ്രമുഖ BJP നേതാക്കളാണ് മാംസ കയറ്റുമതി നടത്തുന്നത്. നിഷേധിക്കാനാവുമോ? ഞാൻ എന്തിനാ നിഷേധിക്കണം? മാംസ കയറ്റുമതി ആരാ എതിർക്കുന്നത്? മാംസത്തെ ആരാ എതിർക്കുന്നത്? മാംസം കഴിക്കുന്നതിന് ആരാ എതിർക്കുന്നത്? താങ്കൾ ഇപ്പോൾ എതിർക്കുന്നില്ലായിരിക്കാം. സംഗീത് സോം എന്ന BJP MLA ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട സമരരംഗത്ത് മുന്നിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ബിസിനസ്സുകാരനായിരുന്നു, മാംസ കയറ്റുമതി വ്യാപാരിയായിരുന്നു. അത് പിന്നീട് തെളിഞ്ഞു. ഈ വാർത്തകളൊക്കെയുണ്ട്. ഇതിനെന്താണ് മറുപടി? രാജ്യത്ത് എവിടെയാ ബീഫ് നിരോധിച്ചത്? എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇന്ത്യ രാജ്യത്ത് എവിടെയും ബീഫ് നിരോധിച്ചിട്ടില്ല. എവിടെയാ നിരോധിച്ചത് പറ?
നിരോധനം ആവശ്യപ്പെട്ടവർ നടത്തിയ സമരം എന്നാണ് പറഞ്ഞത്. രാജ്യത്ത് എവിടെയെങ്കിലും ബീഫ് ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു ഈ MLA. ശരി, ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ഈ ഗോവെന്ന് പറഞ്ഞാൽ ബീഫല്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളെ കുറിച്ചും പ്രാഥമികമായ ഒരു ധാരണയില്ല. ആയിക്കോട്ടെ, ഇന്നലെ വന്ന വിജ്ഞാപനത്തിൽ പോത്തും എരുമയും ഒക്കെ ഉണ്ടല്ലോ. ഇന്നലെ വന്ന വിജ്ഞാപനത്തിൽ പോത്തും എരുമയും കാളയും ഒക്കെ ഉണ്ടല്ലോ. ബിന്ദു കൃഷ്ണയുടെ ഇന്നലെ വന്ന വിജ്ഞാപനത്തിൽ പോത്തും എരുമയും കാളയും ഒട്ടകവും ഒക്കെ ഉണ്ടല്ലോ. നിരോധനം നടപ്പിലാക്കിയത് ഈ രാജ്യത്ത് ആദ്യമായി 19 സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനത്തിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനം നടത്തിയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാ. ഞങ്ങൾ ആരുമല്ല, ഞങ്ങളത് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് രാജ്യത്തിന്റെ പൊതുവികാരമാണ്. ഞാൻ ചോദിക്കട്ടെ, മഹാരാഷ്ട്ര അസംബ്ലി ഗോവധ നിരോധനം ഏകകണ്ഠമായി പാസാക്കിയതാണ്. അത് പാസാക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് നടപ്പാക്കിക്കോട്ടെ. അല്ലല്ല, ഇത് സംസ്ഥാനം നടപ്പിലാക്കേണ്ടതല്ല. സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കടന്നു കയറിയിരിക്കുന്നു മൃഗങ്ങളോടുള്ള ക്രൂരത എന്ന പേരിൽ. ഭരണഘടനയെ നിങ്ങൾ തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കുകയാണ് ശ്രീ എം ടി രമേശ്. ഭരണഘടനയെ നിങ്ങൾ തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കുകയാണ്. ശ്രീ കെ ടി ജലീൽ, ഇതിപ്പോൾ പ്രായോഗികമായി നിങ്ങൾ നേരിടാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്മൃതി, ഞാനല്ല. നിങ്ങൾക്കറിവില്ല എങ്കിൽ സ്മൃതി, നിങ്ങൾക്കറിവില്ല എങ്കിൽ അറിവില്ല എന്ന് പറയണം. ഞാനല്ല വ്യാഖ്യാനിക്കുന്നത്. ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഇവിടെ ഇരിക്കുന്ന മറ്റതിഥികൾ എല്ലാവരും എനിക്കറിവില്ലായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന മറ്റതിഥികളെ കൂടി താങ്കൾ അറിവില്ലാത്തവരുടെ കൂട്ടത്തിൽ കൂട്ടുകയാണോ? അവർക്കറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം. അവരറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ ഭരണഘടനാപരമായ കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഗവൺമെന്റിന് ചോദ്യം ചെയ്യാം, ഞാനത് നിഷേധിക്കുന്നില്ലല്ലോ. സംസ്ഥാന സർക്കാർ നിയമപരമായിട്ട് ചോദ്യം ചെയ്യുന്നു പറഞ്ഞതിനെ ഞാൻ എപ്പോഴെങ്കിലും നിഷേധിച്ചോ? അത് സംസ്ഥാന സർക്കാർ അവകാശമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തെ നിയമപരമായി ഭരണഘടനാപരമായി ചോദ്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർക്ക് അവകാശമുണ്ടല്ലോ. ആ അവകാശത്തെ നമ്മൾ ഇതിനെ നിഷേധിക്കുന്നത്? നിയമപരമായവർ പോയിക്കോട്ടെ, അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ സർക്കാരിനറിയാം ഭരണഘടനാപരമായി ഇത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ളതാണ് എന്ന് സംസ്ഥാന സർക്കാരിന് നന്നായിട്ട് അറിയാം. പിന്നെ പൊളിറ്റിക്കലായിട്ട് അവർ ചോദ്യം ചെയ്യുന്നു, അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ശ്രീ കെ ടി ജലീൽ, അത്രയ്ക്കും ആത്മവിശ്വാസത്തോടു കൂടിയാണ് BJPയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരുന്നത്. കേന്ദ്രത്തിന് നിലപാടെടുക്കുന്ന വിഷയമാണ് അത്. മൃഗങ്ങളോടുള്ള ക്രൂരത എന്ന കൃത്യമായ വാചകം എടുത്തു പറഞ്ഞുകൊണ്ട് തന്ത്രപരമായി തന്നെ നടപ്പാക്കിയിരിക്കുകയാണ്. ഇതിനെങ്ങനെ നേരിടും? ഇങ്ങനെ ഒരു ചോദ്യം സംസ്ഥാനത്തിന് മുന്നിൽ പ്രധാനമായും വരുന്നത് ഈ നായ്ക്കളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും ഇതേ രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിച്ചിരുന്നു. ഇവിടെ നമ്മൾ നടപ്പാക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം, ജനങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധം ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ നടപടികളിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല, നായ്ക്കളുടെ കടിയേറ്റ് വീണ്ടും ഒരുപാട് പേർ മരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയൊരു കാര്യം നമുക്ക് മുന്നിൽ നേരത്തെയുണ്ട്. ശ്രീ കെ ടി ജലീൽ, സ്ലോട്ടർ ഹൗസസിൻ്റെ ശോച്യാവസ്ഥയാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് എന്നാണല്ലോ എൻ്റെ സുഹൃത്ത് പറയുന്നത്. എങ്കിൽ അതേ സ്ലോട്ടർ ഹൗസസിലല്ലേ നമ്മളുടെ ആടുകളെ അറക്കുന്നത്? എന്താണ് ആടുകൾ ഈ കൂട്ടത്തിലേക്ക് കടന്നു വരാതിരുന്നത്? നമ്മളുടെ മത്സ്യ മാർക്കറ്റുകളുടെ അവസ്ഥ എന്താണ്? രാജ്യത്തെ ശോച്യാവസ്ഥ നിലനിൽക്കുന്നില്ലേ ആ രംഗത്ത്? എന്തിനെ കേന്ദ്ര ഗവൺമെൻറ് മത്സ്യക്കച്ചവടം നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാത്തത്? മത്സ്യ മാർക്കറ്റുകളൊക്കെ വളരെ ശോച്യമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇനി മുതൽ ആരും മത്സ്യം വിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് പറയാത്തത്? ശ്രീ കെ ടി ജലീൽ, വന്നുകൂടാ എന്നില്ല. പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ? തീർച്ചയായും വേണ്ട. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കണം. അത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നായയുടെ കടിയേറ്റ് പട്ടിയുടെ കടിയേറ്റ് മരിച്ചതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഫെറോഷ്യസും ഡേഞ്ചറസുമായിട്ടുള്ള അത്തരം മൃഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിലവിൽ തന്നെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നതും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണം മതിയോ? മനുഷ്യന് സംരക്ഷണം വേണ്ടേ? മനുഷ്യൻ്റെ ജീവന് ഒരു പുല്ല് വില കൽപ്പിക്കാത്ത സർക്കാർ എന്തിനാണ് മൃഗങ്ങളുടെ ജീവന് ഇത്രമാത്രം വില കൽപ്പിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇതിനെ ശക്തമായി സംസ്ഥാന സർക്കാർ നേരിടും. നിയമപരമായി ഏതറ്റം വരെ പോയി പൊരുതേണമോ അവിടം വരെ പോയി പൊരുതി ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട് തിരുത്തിക്കുക തന്നെ ചെയ്യും. അതിന് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് അയക്കുന്ന കത്തിന് കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് സംസ്ഥാനം പോകുമെന്നാണ് താങ്കൾ പറയുന്നത്.
തീർച്ചയായും ഒരു സംശയവും വേണ്ട. ബീഫ് ഒരു ഘട്ടത്തിലും, അതുപോലെ തന്നെ മറ്റു കാളയുടെ ഇറച്ചി, അതൊന്നും ഇവിടെ നിരോധിക്കുന്ന പ്രശ്നമേ ഇല്ല. നിലവിലുള്ള നല്ല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാവുന്നതാണല്ലോ. ഇക്കാര്യത്തിൽ കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുന്നു? കോൺഗ്രസും നിയമപരമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്ന് രമേശ് ചെന്നിത്തല നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യം പറഞ്ഞ വിഷയങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല എന്നതും അമ്പരപ്പിക്കുന്നതാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.